ഒരൊറ്റ വിസിലിൽ കറി റെഡി. ഇതാ അങ്ങനെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോണത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. മസാലയ്ക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മല്ലി, 1 ഉണക്കമുളക്, 1 ബേ ലീഫ്, 1 പട്ട, ജാതിപത്രി, 2 ഏലക്ക, 2 ഗ്രാമ്പു, 2-3 കുരുമുളക്, നല്ല ജീരകം, പെരുംജീരകം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾക്കൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇതാ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 1 ക്യാരറ്റ്, 2 ടൊമാറ്റോ, 1 പൊട്ടറ്റോ, 2 കോളിഫ്ലവറിൻ്റെ പീസ്, കുറച്ച് ബീൻസ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലെടുക്കുക. ഇതാ ഇവിടെ നമ്മൾ തുറന്നിട്ടുണ്ട്. 1/4 ഭാഗം നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾക്ക് മിക്സിയിൽ ജാറിലേക്ക് നമ്മൾ വേവിച്ച 2 ടൊമാറ്റോ, 2 സവോള, ആ മസാലയും വെള്ളവും എല്ലാം കൂടെ കൂട്ടി നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 100 ഗ്രാംസ് പനീറാണ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മട്ടർ പൊട്ടിച്ചെടുക്കാം. നമ്മളുടെ ഗ്രീൻ പീസ്. ഈ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ പനീർ ഇതാ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാറ്റാം. ഇനി നമ്മൾക്ക് ആ പാനിലോട്ട് മട്ടർ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് കാശ്മീരി ചില്ലിയും ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ടൊമാറ്റോ, സവോളയുടെ, കാഷ്യൂനട്ടിൻ്റെ ഒക്കെ പേസ്റ്റ് ഒഴിച്ച് നല്ലതുപോലെ വെള്ളം പറ്റിച്ചെടുക്കുക. കവർ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ബബിൾസ് വന്നിട്ട് ഫുള്ള് അവിടെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ വെള്ളമൊക്കെ പറ്റി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഗ്രേവി. ഇനി നമ്മൾക്ക് ഇതാ വെജിറ്റബിൾസ്, നമ്മൾ കുക്കറിലിട്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച് നല്ല ചൂടോട് കൂടി തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. ആ ഒരു ചൂട് കറിയുടേതും എല്ലാം നമ്മൾ അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിൾ ഓൾമോസ്റ്റ് 75% വെന്ത വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വേവ് മതി, ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഒരു 2 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം, മസാലയൊക്കെ വെജിറ്റബിൾസിനൊന്ന് പിടിക്കാനായിട്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറും ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റും കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇതാ നമ്മളുടെ കളർഫുൾ ആയിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ചപ്പാത്തി, റൊട്ടി, ഫ്രൈഡ് റൈസ്, നമ്മൾ സാധാരണ ചോറ് വരെ നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ്. നമ്മളിതാ ഇവിടെ വെജിറ്റബിൾ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചപ്പാത്തി, വെജിറ്റബിൾ റൈസൊക്കെ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.